ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നേക്ക് 7-ാം ദിവസം എനിക്ക് തക്ഷകന്റെ കടിയേറ്റ് മരണം സംഭവിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാ പരീക്ഷിത്ത് അറിഞ്ഞത്? ഇവിടെ ഈ ആശ്രമത്തിൽ ശമീക മഹർഷി ഉടനെ തന്നെ 2-3 മുനികുമാരന്മാരെ വരുത്തി, വേഗം കൊട്ടാരത്തിലേക്ക് പോവുക, അവിടെ ചെന്ന് പറയണം, ഇങ്ങനെ എൻ്റെ മകൻ ഇങ്ങനെ ഒരു വലിയ അപരാധം ചെയ്തു. നോക്കൂ, ആ മുനിയുടെ സന്മനസ്, അവനോട് ക്ഷമിക്കുക, പക്ഷേ ഈ ശാപം മാറില്ല. ദേവിയെ ഇത് പരീക്ഷിച്ച് മഹാരാജാവിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഈ മുനികുമാരന്മാരെ അയച്ചപ്പോൾ പരീക്ഷിത്ത് വളരെ ശാന്തതയോടെയാണ് ഇത് കേട്ടത്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം അങ്ങേക്ക് തന്നുവല്ലോ, വളരെ സന്തോഷം. അദ്ദേഹം മനസ്സൊന്നും പതറാതെ പറയുകയാണ്. അവിടെ ഒരു ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. അപ്പൊ അതിനെ ഓർത്ത് നമ്മൾ ആവലാതിപ്പെടേണ്ട ആവശ്യം ഇല്ല. പരീക്ഷിത് എന്നിട്ട് എല്ലാ മഹർഷിമാരോടും പറഞ്ഞു, ഞാൻ 7 ദിവസത്തിനകം മരിക്കാൻ കൂടിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരെല്ലാവരും കൂടി പറഞ്ഞു, ഭഗവാനെ ധ്യാനിക്കുക. പരീക്ഷിത്ത് നേരെ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ രാജ്യം മുഴുവൻ തന്റെ പുത്രനായ ജനമേജയന് കൊടുത്തു. ആർക്കാ കൊടുത്തത്? ജനമേജയ മഹാരാജാവ്. പിന്നെ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ കഥകളൊക്കെ വരും. ആ ജനമേജയ രാജാവിന് തന്റെ പുത്രനെ രാജ്യഭാരം മുഴുവൻ ഏൽപ്പിച്ചു. എല്ലാ രാജഭൂഷണങ്ങളും മാറ്റിവെച്ചു. നേരെ ഗംഗാതീരത്തിലേക്ക് പോയി. ഗംഗയുടെ തീരത്തിൽ പോയി ദർഭപുല്ലുകളൊക്കെ വിരിച്ച് ആസനമൊക്കെ ഉണ്ടാക്കി ഭഗവാനെ ധ്യാനിക്കുവാനായി ഇരുന്നു. രാജ്യത്തെ രാജാവിനാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് മന്ത്രിമാരെല്ലാം തീരുമാനിച്ചു, അദ്ദേഹം ഇതൊന്നും കണ്ടില്ലെങ്കിലും നമ്മൾക്ക് അദ്ദേഹത്തെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. വലിയൊരു അവിടെ ചുറ്റുമൊരു ഏറ്റവും പൊക്കമുള്ള ഒരു കൊട്ടാരം പോലെയൊക്കെ പണിതു. ഈ തക്ഷകനെ വരാതിരിക്കാൻ വേണ്ടി എല്ലാവിധ രക്ഷാസന്നാഹങ്ങളും ഉണ്ടാക്കി. ഇതേ സമയം പരീക്ഷിത്തോ ഇതിലൊന്നും ശ്രദ്ധ പോയില്ല. പരീക്ഷിത്ത് എല്ലാ മഹർഷി വര്യന്മാരും ഇരിക്കെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സർവ തേജസ്സോടെ ഒരു യുവകുമാരൻ, ഒരു മുനികുമാരനെ പോലെ പറയുന്നുണ്ട്, കോടി സൂര്യൻ ഉദിച്ച പോലെയുള്ള തേജസ്സോടെ അവിടേക്ക് ഒരാൾ എത്തിച്ചേർന്നു. ആരാണെന്ന് അറിയാമോ? ശ്രീശുക മഹർഷി. ശ്രീശുക മഹർഷി അവിടേക്ക് വന്നു ചേർന്നു. എല്ലാവരും അദ്ദേഹത്തെ കണ്ടതും നമസ്കാരത്തോടെ അദ്ദേഹത്തെ എതിരേറ്റു. വ്യാസപുത്രൻ, ലോകം മുഴുവൻ ഭഗവാന്റെ നാമം പാടി നടക്കുന്നവൻ, ലോകത്തെ മുഴുവൻ ഭഗവാനായി കാണുന്നവൻ, സകലത്തിലും ആ ഭഗവാനെ കാണുന്നവൻ, അങ്ങനെയുള്ള ശ്രീശുക മഹർഷി ചേർന്നു. ശ്രീശുക മഹർഷിയോട് പരീക്ഷിത്ത് നമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു, ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് ഞാൻ ഈ ശരീരത്തെ വിടുകയാണ്. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. പക്ഷേ ഈ 7 ദിവസം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചോദിച്ചത് രാജാവ്? ഈ 7